ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പത്രിക സമർപ്പിക്കും. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോയോടെത്തിയാണ് പത്രിക സമർപ്പിക്കുക. ശാലിനി, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ പോസ്റ്ററുകളിലൊക്കെ തന്നെ പറയും പോലെ, രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്ററുകളിലൊക്കെ തന്നെ പറയും പോലെ, ഇനി തിരുവനന്തപുരം മാസാകും, കളറാകും, എല്ലാ കാര്യങ്ങളും നടക്കും. എന്തായാലും ഇന്ന് പത്രികാ സമർപ്പണം നടത്തുകയാണ് രാജീവ് ചന്ദ്രശേഖർ. വലിയ ആവേശത്തോടുകൂടെ തന്നെ ഒരു റോഡ് ഷോയും ഈ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായിട്ട് നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം പത്രികാ സമർപ്പണത്തിന് അദ്ദേഹത്തിനോടൊപ്പം രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ചേരുക എന്ന് പറയുന്നു. ഒപ്പം തിരുവനന്തപുരത്തെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം കൂടി എങ്ങനെയാണ്? രജനി, നമസ്തേ, ഗുഡ് മോർണിംഗ്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ബാനറിൽ, അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളിലൊക്കെ തന്നെ ഒരു ടാഗ് ലൈനായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട്: ഇനി കാര്യം നടക്കും. അതേപോലെ തന്നെയാണ് സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധയോടുകൂടി നോക്കുന്നൊരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. തുടർച്ചയായി 3 തവണ കോൺഗ്രസിന്റെ കയ്യിൽ അല്ലെങ്കിൽ UDFന്റെ MP ഭരിച്ച ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ഒരു പുത്തൻ മുഖം അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ ത്രികോണ മത്സരമാണ് എന്ന് പറഞ്ഞവരൊക്കെ തന്നെ അവസാന ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ശശി തരൂർ സിറ്റിംഗ് MP ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് BJPയും കോൺഗ്രസും തമ്മിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പോരാട്ടം നടക്കുന്നത്, മത്സരം നടക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 29 ദിവസങ്ങൾ നീണ്ട പ്രചരണത്തിന്റെ 29-30 ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിക്കുന്നത് എന്നുള്ള ഒരു ശ്രദ്ധ കൂടി, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം കൂടി അതിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പറയേണ്ടത്. കഴിഞ്ഞ മാസം 4-ാം തീയതിയോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. 4-ാം തീയതി വൈകിട്ട് മുതൽ അദ്ദേഹം പ്രചരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ റോഡ് ഷോ, പ്രത്യേകിച്ച് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് പോകുന്ന റോഡ് ഷോ ആരംഭിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. മുതിർന്ന BJP നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവരും ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് ഉണ്ട്. ഒപ്പം തന്നെ മിസോറാം മുൻ ഗവർണറും ഒപ്പം BJPയുടെ സമുന്നതരായ നേതാവായ കുമ്മനം രാജശേഖരൻ, ഒപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ പ്രമുഖനായ നേതാവ് മുൻ MLA O. രാജഗോപാൽ ഉൾപ്പെടെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ റോഡ് ഷോയുടെ ഭാഗമായി ഷോയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം 11 മണിയോടുകൂടിയാണ് റോഡ് ഷോ കളക്ടറേറ്റിലേക്ക് എത്താൻ പോകുന്നത്. കളക്ടറേറ്റിൽ എത്തിയ ശേഷം ഔദ്യോഗികമായി നാമനിർദ്ദേശ പത്രിക രാജീവ് ചന്ദ്രശേഖർ നൽകും. അതിനുശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഏകദേശം 12 മണിയോടുകൂടി കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ വാർത്താ സമ്മേളനവും തിരുവനന്തപുരത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും നിറഞ്ഞൊരു പോരാട്ട ചൂടിലേക്ക് തലസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ. വരും ദിവസങ്ങളിൽ അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കന്മാർ ഉൾപ്പെടെ പ്രചരണ രംഗത്ത് സജീവമാകാൻ തലസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവ് കൂടി തലസ്ഥാനം കാതോർത്തിരിക്കുകയാണ്. കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിനും ഒപ്പം തന്നെ ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള V. മുരളീധരനും വോട്ട് അഭ്യർത്ഥിക്കാനായി, അവരുടെ വോട്ടിന്റെ പ്രചരണത്തിനായി, മണ്ഡല പര്യടനത്തിനൊക്കെയായി കൂടുതൽ കേന്ദ്രമന്ത്രിമാർ കൂടി തലസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചൂടേറിയ, വാശിയേറിയ പോരാട്ട ചൂടിലേക്ക് തലസ്ഥാനം കടന്നിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പ്രചാരണത്തിനും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടപടികൾക്കും ഒക്കെ തന്നെ ഉള്ളത്. അതിനുശേഷം ഏപ്രിൽ 26-ാം തീയതിയോടുകൂടി ഔദ്യോഗികമായി 20 ലോക്സഭാ മണ്ഡലങ്ങളും പോളിംഗ് സ്റ്റേഷനിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. വീണ്ടും മോദി ഭരണം വരണം, ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് അടക്കം എത്തണം എന്നുള്ള പ്രവർത്തനം, ഒപ്പം തന്നെ പ്രചാരണമൊക്കെയാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാന ജില്ലയിൽ നടത്തുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ്, പൊഴിയൂർ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ ശശി തരൂരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. 15 വർഷമായി അദ്ദേഹം പൊഴിയൂരിനായോ അല്ലെങ്കിൽ തീരദേശ മേഖലകൾക്കായോ ഒന്നും ചെയ്തില്ല എന്നുള്ള വിമർശനം കൂടി ആ മേഖലയിലുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം സമീപിക്കുന്ന LDFനെതിരെയും അവിടെ അമർഷം രൂക്ഷമാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് പൊഴിയൂരിലെ ജനതയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നടപടികൾ, പുലിമുട്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ രാജീവ് ചന്ദ്രശേഖർ അവിടേക്ക് എത്തിയത്. അത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ തീരദേശ മേഖലയിൽ BJP ക്യാമ്പുകൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വലിയ
രീതിയിലുള്ള പ്രചാരണ ചൂടിലാണ് തലസ്ഥാന ജില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു NDA സ്ഥാനാർത്ഥി വി മുരളീധരനാണ്. കേന്ദ്രമന്ത്രി, ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി. അദ്ദേഹം കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിലെത്തി അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് മുതിർന്ന നേതാക്കന്മാർ, ഒപ്പം തന്നെ BJPയുടെ സമുന്നതരായ നേതാക്കൾ, ഏകദേശം 50,000-ഓളം പ്രവർത്തകർ ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് BJP ജില്ലാ നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ വിപുലമായ ആഘോഷങ്ങളോട് കൂടിയാണ് അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കളക്ടറേറ്റിലേക്ക് എത്തുക. ശരി ശാലിനി.